സൈക്കോളജി പ്രകാരം മറ്റുള്ളവരോട് പറയാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ. ഫസ്റ്റ് വൺ പറയുന്നത് അത് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആണ്. നിങ്ങൾക്ക് എത്ര ക്യാഷ് വരുന്നുണ്ട്, ഇൻകം എത്രയുണ്ട്, അതുപോലെ തന്നെ എക്സ്പെൻസ് എത്രയുണ്ട്, കടങ്ങൾ എത്രയുണ്ട്, സേവിങ്സ് എത്രയുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് എത്രയുണ്ട്, ഇതൊന്നും മറ്റുള്ളവരോട് പറയേണ്ട കാര്യമില്ല. ഇത് അനാവശ്യമായ സ്ട്രെസ് അതുപോലെ തന്നെ ജഡ്ജ്മെന്റിന് കാരണമാകും. രണ്ടാമത്തത് പേഴ്സണൽ സ്ട്രെസ് ആണ്. ഒരു മനുഷ്യനായ ലൈഫിൽ കുറേയേറെ സ്ട്രഗിൾസ് വരും. അതിനെ പറ്റി പറഞ്ഞ് എല്ലാവരോടും ഒരു സിമ്പതി വാങ്ങിക്കൂട്ടാൻ ശ്രമിക്കരുത്. ഇത് നിങ്ങളെ ഭയങ്കര വീക്കാക്കും. നെക്സ്റ്റ് പറയുന്നത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണ്. ഒരു റിലേഷൻഷിപ്പും പെർഫെക്റ്റ് അല്ല, ഒരു പാർട്ട്ണറും പെർഫെക്റ്റ് അല്ല. എല്ലാ റിലേഷൻഷിപ്പിലും കുറച്ചൊക്കെ പ്രശ്നങ്ങൾ വരും. പക്ഷേ അത് ഈ പാർട്ട്നേഴ്സ് തന്നെ പറഞ്ഞു തീർക്കുക. പുറത്തുനിന്ന് ഒരാളുടെ അഡ്വൈസ് എടുത്ത് കേൾക്കുമ്പോൾ അത് കൂടുതലും വഷളാവാനാണ് സാധ്യത കൂടുതൽ. നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലാൻസ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് ഗോൾസ് ഉണ്ടാകും. അതിങ്ങനെ എല്ലാവരോടും പറഞ്ഞു നടക്കരുത്. കാരണം എല്ലാവർക്കും നിങ്ങൾ നന്നാവുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. സോ നിങ്ങൾ വർക്ക് ചെയ്യൂ, റിസൾട്ട് വരുമ്പോൾ അവർ കണ്ടോളും. ലാസ്റ്റ് വൺ ഫാമിലി പ്രോബ്ലംസ്. ഓരോ ഫാമിലിയും ഡിഫറെൻ്റ് ആണ്, അവരുടെ സാഹചര്യങ്ങളും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഓരോ ആളുകൾക്കും പ്രോബ്ലംസ് ഡിഫറെൻ്റ് ആകും. നമ്മുടെ ഫാമിലിയുടെ പ്രോബ്ലംസ് ഒരിക്കലും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത്. കാരണം അത് മറ്റുള്ളവർക്ക് ഒരു ഗോസിപ്പായി മാറും. സോ ഈ 5 കാര്യങ്ങളും നിങ്ങൾ കഴിയുന്നതും ആരോടും പറയാതെ നിൽക്കുക.